2022-2023 കാലഘട്ടത്തിൽ മലയാള സിനിമ തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ ഒരർത്ഥത്തിൽ ബോക്സ് ഓഫീസിൽ തലയും കുത്തി വീഴുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത്. തുറന്നു പറഞ്ഞാൽ പ്രൊഡ്യൂസറുടെ നട്ടല് ഒടിയുന്ന ഒരവസ്ഥ. തിരക്കഥ മോശമാണ് എന്ന് തന്നെ പറയാം. പ്രേക്ഷകർ 150 രൂപ അല്ലെങ്കിൽ 120 രൂപ മുടക്കി തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുക്കുമ്പോൾ അവർ കാണുന്നത് ഒരു അർത്ഥവുമില്ലാത്ത അല്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ലാത്ത തിരക്കഥയാണ് അവർ കാണുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ 2024 വരുമ്പോൾ ആദ്യ 3 മാസങ്ങളിൽ മലയാള സിനിമയ്ക്ക് ശുക്രദശയാണ് എന്നാണ് എല്ലാവരും പറഞ്ഞത്. 1000 കോടി രൂപ, 2000 കോടി രൂപ ഇതൊക്കെ കളക്ഷനുകൾ നേടി ഇങ്ങനെ തള്ളി മറിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഒരു സംശയം തോന്നി. മലയാള സിനിമയിൽ കള്ളപ്പണ ഇടപാടിനെ കുറിച്ച് അന്വേഷിക്കാൻ എൻഫോഴ്സ്മെന്റ് ആരംഭിച്ചതോടുകൂടിയാണ് സ്വിച്ച് ഇട്ടതുപോലെ ഇതെല്ലാം 1000 കോടി 2000 കോടി എന്നുള്ള പറച്ചിലൊക്കെ നിന്നു. പകരം മലയാള സിനിമയിൽ അവസാനമായി ഹിറ്റ് സിനിമ ഇറങ്ങിയത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പെയാണ് എന്ന് പ്രൊഡ്യൂസറും സംവിധായകരും വരെ പറയാൻ തുടങ്ങി. സിനിമ റിലീസ് ചെയ്തത് അന്നു മുതൽ ഗംഭീര അഭിപ്രായമായിരുന്നു എല്ലായിടത്തും. ഓൺലൈൻ മാധ്യമങ്ങളിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും സിനിമയെ വാഴ്ത്തിപ്പാടുന്ന ആളുകളെയാണ് നമ്മൾ കണ്ടത്. ആദ്യ ആഴ്ച കഴിഞ്ഞപ്പോൾ 50 കോടി കളക്ഷൻ നേടി 100 കോടിയായി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പബ്ലിസിറ്റി തിയേറ്ററിൽ സംഭവിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. തിയേറ്ററിൽ ചെന്ന് സിനിമ കാണാൻ തുടങ്ങിയപ്പോഴാണ് ഒരു കാശിനും കൊള്ളില്ലാത്ത മലയാള സിനിമകൾ നമ്മൾ കാണുന്നത്. പടങ്ങളാണെങ്കിൽ ഒരു മെനയ്ക്കും ഇല്ലാത്ത മലയാള കഥകൾ എന്ന് തന്നെ പറയാം. പക്ഷേ തിയേറ്ററിൽ ഓൺലൈനായി ബുക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സിനിമ തിയേറ്ററിൽ ചെന്ന് ടിക്കറ്റ് എടുക്കുമ്പോഴോ പകുതി സീറ്റുകളും നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണും. പക്ഷേ സിനിമയുടെ പകുതി ഭാഗം കഴിഞ്ഞ് നോക്കുമ്പോൾ തിയേറ്ററുടെ സീറ്റുകളെല്ലാം ഒഴിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ, അല്ല കാലിയായി നിൽക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അതായത് ഒരു തരത്തിൽ ഒരു മാഫിയ സിനിമാ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ 1000 കോടി 2000 കോടി ക്ലബ്ബ് എന്ന് പറഞ്ഞ് മലയാള സിനിമയെ നാശത്തിലേക്ക് തള്ളിവിടാൻ വേണ്ടി ഒരു സംഘം തന്നെ പ്രവർത്തിക്കുന്നു എന്നതിൽ യാതൊരു സംശയമില്ല. കള്ളപ്പണ ഇടപാടും തീവ്രവാദി ഫണ്ടിങ്ങും ഒക്കെ നിരീക്ഷിക്കുന്ന ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന അന്താരാഷ്ട്ര സംഘടനയിൽ എല്ലാ രാജ്യങ്ങളും അംഗമായത് കൊണ്ട് തന്നെ ഗൾഫിൽ നിന്ന് മലയാള സിനിമ 100 കോടി നേടി, 50 കോടി നേടി, അന്റാർട്ടിക്കയിൽ നിന്ന് 30 കോടി നേടി എന്നൊക്കെ ഇനി പറയാൻ കഴിയില്ല. തങ്ങളുടെ രാജ്യങ്ങളെ ഉപയോഗിച്ച് കള്ളപ്പണം വെളുപ്പിക്കുക, തീവ്രവാദ ഫണ്ടിങ് നടക്കുക തുടങ്ങിയവ ചെയ്താൽ ആ രാജ്യങ്ങൾ കരിമ്പട്ടികയിൽ പെടുമെന്നതുകൊണ്ട് ആ രാജ്യങ്ങളെ ഉപയോഗിച്ച് കള്ളപ്പണം വെളുപ്പിക്കാൻ ഇനി ആകില്ല എന്നത് ഒരു പ്രധാന കാര്യമാണ്. മലയാള സിനിമക്കാരെ കൊണ്ടുപോയി വിദേശ രാജ്യങ്ങളിൽ വെച്ച് നടക്കുന്ന ഉഡായിപ്പ് പരിപാടികളെക്കുറിച്ച് അന്വേഷണം നടക്കും. അത് ED അതിൻ്റെ ഒരു അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വർഷങ്ങളായി സിനിമ ഒന്നും ഇല്ല എന്ന് ദാരിദ്ര്യമാണെന്ന് പറഞ്ഞു നടക്കുന്ന അഭിനേതാക്കളെല്ലാം തന്നെ ഗൾഫ് ഷോകളിൽ ലക്ഷങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. ഇവരെ ഉപയോഗിച്ച് നടത്തുന്ന ഇടപാടുകളുമൊക്കെ പുറത്തു വരേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ED അന്വേഷണം ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. മലയാള സിനിമയിൽ ഇപ്പോൾ മലയാള സിനിമ ഒരർത്ഥത്തിൽ കൊച്ചി മട്ടാഞ്ചേരി മാഫിയയുടെ കയ്യിലാണ് എന്നതിൽ സംശയമില്ല. മുൻനിര താരങ്ങളാണ് ഇതിൻ്റെ ചുക്കാനും പിടിച്ചു നിൽക്കുന്നത്. ഇത് കൊടിയ ദാരിദ്ര്യമാണെന്ന് പറഞ്ഞു നടക്കുന്ന ഒരു സംഘം മലയാള സിനിമാ നടന്മാരും നടിമാരും പൊടുന്നതിനെ അവർ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങളിൽ അവർ ഇടുന്നത് കോടിക്കണക്കിന് രൂപയുടെ കാറുകൾ വാങ്ങിച്ചു എന്ന ഫോട്ടോകളാണ്. മലയാള സിനിമയിൽ കള്ളപ്പണം വെളുപ്പിക്കാനും അല്ലെങ്കിൽ തീവ്രവാദ ഫണ്ടിങ്ങിലേക്ക് പോകുന്ന രീതിയിലേക്കാണ് മലയാള സിനിമ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകരെ ഏത് രീതിയിലും അല്ലെങ്കിൽ ഒരു തട്ടിക്കൂട്ട് തിരക്കഥ ഉപയോഗിച്ച് സിനിമ ഇട്ടാൽ പ്രേക്ഷകർ വന്ന് കാണും. അല്ലെങ്കിൽ മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂട്ടിയെ പോലെ ഉള്ള മെഗാസ്റ്റാർ ആയിട്ടുള്ള നടന്മാരെ വെച്ച് ചെയ്താൽ ഇത് അവരെ ആരാധിക്കുന്ന പ്രേക്ഷകർ വന്ന് കണ്ട് സിനിമ ഹിറ്റാക്കുമെന്ന ധാരണയിലാണ് പ്രൊഡ്യൂസറും അല്ലെങ്കിൽ സിനിമാ സംവിധായകരും സിനിമ എടുക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 2 വർഷങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മുൻനിര താരങ്ങൾ അല്ലെങ്കിൽ മുൻനിര നടിമാരുടെ സിനിമ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഈ മലയാള സിനിമയിൽ ഒരു അർത്ഥം വെച്ച് നോക്കുമ്പോൾ സിനിമ എന്ന രീതിയിലേക്കല്ല പോകുന്നത്. അത് സിനിമയെ നശിപ്പിക്കാനും വേണ്ടി ഒരു കൂട്ടം പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു കൂട്ടം സംവിധായകന്മാർ ഇറങ്ങിത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇപ്പോഴത്തെ ഇറങ്ങിയ 1-2 സിനിമ 2024 ഇറങ്ങിയ 1-2 സിനിമകൾ വെച്ച് പറയുകയാണെങ്കിൽ മികച്ച സിനിമയാണ്. അതിൽ നല്ല പോലെ ഓൺലൈൻ കഥ ഉണ്ട്, ത്രെഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സിനിമ ഹിറ്റായിക്കൊണ്ടിരിക്കുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വിനീത് ശ്രീനിവാസന്റെ സിനിമ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ, ഒരു ഉദാഹരണത്തിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യമായി എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്, കണ്ടിരിക്കാം. അതിൽ വലിയ രീതിയിലുള്ള ഒരു ഫൈറ്റിംഗ് സ്റ്റണ്ട് സീനില്ല, മസാലയില്ല. ഒരർത്ഥത്തിൽ ഒരു സിനിമ എന്ന് തന്നെ നമുക്ക് പറയാം, ഒരു സന്തോഷത്തോടെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് ചിത്രം എന്ന് പറയാം. അല്ലാതെ വലിയ സിനിമ സംവിധായകനാണ് അല്ലെങ്കിൽ പേരുകേട്ട സിനിമ സംവിധായകനാണെന്ന അഹങ്കാരത്തോടെ EDയും ഒരു കണ്ടന്റ് പോലും ഇല്ലാത്ത സിനിമകൾ ഇറക്കിക്കൊണ്ടുവന്ന്
മലയാള സിനിമയെ തകർത്ത് തരിപ്പണമാക്കാനാണ് ഇന്നത്തെ കാലത്ത് ഒരുപാട് സിനിമാ സംവിധായകരും പ്രൊഡ്യൂസറും ഇറങ്ങിയിരിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, പണ്ടത്തെ ഒരുപാട് സംവിധായകരുടെയും നടന്മാരുടെയും വിയർപ്പൊഴുകി കെട്ടിപ്പടുത്തതാണ് ഈ സിനിമ എന്ന പ്രസ്ഥാനം. ആ സിനിമയാണ് മട്ടാഞ്ചേരിയിലെ ഒരുപാട് ഗുണ്ടകൾ എന്ന് തന്നെ പറയാം, മലയാള നടന്മാർ അല്ല ഒരുപാട് ഗുണ്ടകൾ എന്ന് തന്നെ പറയാം, ഇവരിതെല്ലാം കൂടെ തല്ലി തകർത്ത് നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇപ്പോൾ EDയുടെ അന്വേഷണത്തിൽ കള്ളപ്പണം എന്തായാലും ഒഴുകുന്നുണ്ട്, മലയാള സിനിമയിൽ വലിയ തോതിൽ കള്ളപ്പണം ഒഴുകുന്നുണ്ട്, അല്ലെങ്കിൽ സെറ്റുകളിൽ ലഹരി വസ്തുക്കൾ ഒഴുകുന്നുണ്ട് എന്നൊരു റിപ്പോർട്ട് അവർക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ 20 വർഷം 30 വർഷത്തെ കാലയളവിൽ ED എല്ലാ സിനിമകളും എടുത്തുകൊണ്ട് 10-15 വർഷത്തെ സിനിമകളെല്ലാം എടുത്തുകൊണ്ട് കീറി ഒരു പരിശോധന EDയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്ന അല്ലെങ്കിൽ കേൾക്കാൻ പോകുന്ന വാർത്ത എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എല്ലാ പ്രൊഡ്യൂസർമാരുടെയും വീടുകളിലെത്തി അല്ലെങ്കിൽ അവരുടെ ഓഫീസുകളിലെത്തി റെയ്ഡ്, അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമെന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്.